പ്രിയാമണി നമുക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട നടി പ്രിയാമണി അവരുടെ കസിനാണ്. അതായത് പ്രിയാമണിയുടെ ഗ്രാൻഡ് ഫാദറും ഇവരുടെ ഗ്രാൻഡ് ഫാദറും ബ്രദേഴ്സാണ്. പക്ഷേ ഇവരങ്ങനെ അത്ര വലിയൊരു അടുപ്പമൊന്നുമില്ല. ഇവർ പലപ്പോഴും എനിക്ക് തോന്നുന്നു പ്രിയാമണിയോ വിദ്യാബാലൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അങ്ങനെ റെഗുലറി കാണുകയോ വിളിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ വിദ്യാബാലൻ്റെ അച്ഛനുമായിട്ട് പ്രിയാമണി ഫോണിലൊക്കെ സംസാരിക്കാറുണ്ട്. അങ്ങനെയാണ്. കാരണം അവർ രണ്ടുപേരുടെയും ജീവിതം രണ്ട് തരത്തിലേക്കായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ പഠിത്തം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്തെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഈ സീരിയലൊക്കെ അഭിനയിച്ച് 96 ഈ ഒരു സീരിയലിൽ ഇവർ അഭിനയിക്കുന്ന എക്ത കപൂറിൻ്റെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ട് 2000 ഒക്കെ ആയപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ചക്രം എന്ന് പറയുന്ന ഒരു സിനിമ. അന്ന് അത് ഭയങ്കര ഒരു വലിയൊരു അനൗൺസ്മെൻ്റ് ആയിരുന്നു. അതായത് മോഹൻലാലും ദിലീപും ഒന്നിക്കുന്നു. അതിനു മുമ്പ് ഇവർ മോഹൻലാലും ദിലീപും വർണ്ണപ്പകിട്ട് എന്നുള്ള സിനിമയിലൊക്കെ ഒന്നിച്ചിട്ടുണ്ട്. പക്ഷേ ദിലീപ് ജോക്കറും തെങ്കാശി പട്ടണമൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ഒരു സ്റ്റാറായി നിൽക്കുന്ന ഒരു എന്താ പറയുക ഒരു സ്റ്റാർഡത്തിലേക്ക് ഇങ്ങനെ കയറി മുന്നേറിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും മോഹൻലാലുമായി ഒന്നിക്കുന്നു. കമൽ ലോഹിദാസ് കൂട്ടുകെട്ട് എല്ലാവർക്കും അറിയാം. ആ ഒരു സിനിമയുടെ അനൗൺസ്മെൻ്റ് ഒക്കെ അങ്ങനെ ഭയങ്കര ഒരു പ്രതീക്ഷയായിരുന്നു. അത് 2001 അത്. പക്ഷേ അന്ന് ആ ഒരു സിനിമ ഷൂട്ട് തുടങ്ങിയിട്ട് മുടങ്ങിപ്പോയി. അന്ന് നായികയായിട്ട് ആ ഒരു സിനിമയിലേക്ക് വന്ന ആളാണ് വിദ്യാബാലൻ. ആദ്യമായിട്ട് വിദ്യാബാലന് ഒരു സിനിമയിലെ അവസരം കിട്ടുന്നതും വിദ്യാബാലനെ അഭിനയിക്കുന്നതൊക്കെ ചക്രത്തിലായിരുന്നു. ഷൂട്ട് തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ആ സിനിമ മുടങ്ങിപ്പോയത്. അതിൻ്റെ പല കാരണങ്ങളുണ്ട്. സംവിധായകൻ കമലൊക്കെ പലപ്പോഴും പല ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ലോഹിദാസിൻ്റെ ഒരു സ്ക്രിപ്റ്റും പിന്നീട് സ്ക്രിപ്റ്റ് മാറ്റി എഴുതുന്നതും അത് പലപ്പോഴും കമലിന് അത് തൃപ്തി വരാത്തതും മോഹൻലാലിന് തൃപ്തി വരാത്തൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട് അതിനെക്കുറിച്ച്. എന്തായാലും ആ സിനിമ അന്ന് ഡ്രോപ്പായി.